ഈ ഒരു സൺസെറ്റ് ടൈമിൽ ഈ വാളിൽ ഈ സൺസെറ്റിൽ ലൈറ്റ് അടിക്കുമ്പോൾ ഇപ്പൊ തന്നെ ബാക്കിൽ കാണാൻ പറ്റും നല്ലൊരു സണ്ണിന്റെ ഷേപ്പ് ബാക്കിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടാവും. ഇനി നമ്മുടെ മെയിൻ സംഭവം ബാക്കിയിരിക്കും, നമ്മുടെ ബാൽക്കണി വാക്ക്. നമ്മൾ വാദി നഖബിലെ ഒരു ഹൈക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. റാസൽ ഖൈമയിലെ ജബൽ ജെയ്സിനടുത്താണ് ഈ ഒരു അതിമനോഹരമായ ഒരു വാദി. വാദി നഖബ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ഗൂഗിൾ മാപ്സിൽ വാദി നഖബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ സ്ഥലത്ത് എത്താൻ പറ്റും. ദുബായിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവാണ് ഈ വാദി നഖബ് എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് എത്താൻ. പിന്നെ ഇവിടെ നിന്ന് നമുക്കൊരു ഓഫ് റോഡ് ഡ്രൈവാണ്. ഈ ഒരു കാണുന്ന പോലത്തെ റോഡാണ്. സെഡാൻ കാറുമായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഹൈക്കിങ്ങിൻ്റെ ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് വരെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഹൈക്ക് ചെയ്യാൻ സാധിക്കും. നല്ല റോഡല്ല, ഇതേപോലത്തെ അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ വീടുകളാണ്. ഈ ഒരു പോയിൻ്റാണ് ലാസ്റ്റ്. ഒരു ഓഫ് റോഡ് കാറുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എൻഡ് പോയിന്റ്, ഹൈക്കിംഗ് സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാണ്. ഇവിടെ നിന്ന് നമുക്ക് പിന്നെ വാദിയിലേക്ക് ഹൈക്കിംഗ് അല്ലെങ്കിൽ ട്രക്ക് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തു. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി സ്ഥലം. ഇതേപോലത്തെ ഒരു നാച്ചുറൽ സീനറിയൊക്കെ യു എയിൽ വേറെ എവിടെയും കിട്ടുമെന്ന് തോന്നണില്ല. അത്രയ്ക്ക് അടിപൊളി വ്യൂ ആണ്. ഈ വാദിയുടെ ഇരുവശങ്ങളിലും നല്ല പട്ടുകൂറ്റൻ മലകളാണ്. വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമ്മൾ ഇതിൽ നടന്നു പോകുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ മരങ്ങൾ, ഈ പാറക്കെട്ടുകൾക്കിടയിൽ കൂടെ വീണ്ടും വളർന്നു നിൽക്കുന്ന മരങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മള് വാദി നഖബിലെ റെഡ് വാൾ ഹൈക്കാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയൊരു വാളുണ്ട്. നമ്മൾ ഒരു സൺസെറ്റ് ടൈമിൽ ഈ ഒരു വാൾ റെഡ് കളറായിട്ട് വരും. ഇതൊരു വലിയൊരു നമ്മൾ പോകുന്ന എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റെഡ് വാളാണ്. അപ്പോൾ ഇതിനെ റെഡ് വാൾ ഹൈക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൺസെറ്റ് ടൈമിൽ ഈ വാളിൽ ഈ സൺസെറ്റിൽ ലൈറ്റ് അടിക്കുമ്പോൾ ഇപ്പൊ തന്നെ ബാക്കിൽ കാണാൻ പറ്റും നല്ലൊരു സണ്ണിന്റെ ഷേപ്പ് ബാക്കിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടാവും. കാണുന്നുണ്ട്. ഒരു ഈ വാളിൽ ഇതിന്റെ സൺസെറ്റ് ടൈമിൽ വാളിൽ റെഡ് കളർ ആവും. ഈ വാതി മുഴുവൻ വെള്ളം ഒലിച്ചു പോയിട്ട് നല്ല പോളിഷ് ചെയ്ത് മിനുസപ്പെടുത്തി ഉള്ള നല്ല ഉരുളൻ കല്ലുകളാണ്. സാനിസ് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ റെഡ് വാൾ ഹൈക്കിലേക്കാണ്. പറഞ്ഞതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ തന്നെ സണ്ണിൻ്റെ വലിയൊരു ഇത് കാണാൻ പറ്റും. ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ ഒരു റൗണ്ട് ഇട്ടിട്ടുണ്ട് സണ്ണിൻ്റെ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു കളർ ചേഞ്ച് ഉണ്ടാവുമെന്നാണ് സാനിസ്
പറയുന്നത്. അത് എക്സ്പെക്ട് ചെയ്ത് ഞങ്ങൾ ഇനി മുന്നോട്ട് പോവാണ്. പണ്ട് കാലത്ത് ഇവിടെ താമസിച്ച ആളുകള് ഇതിലായിരുന്നു അവരെ ആടിനെ സൂക്ഷിക്കാൻ, ആട്ടും കൂടാ ശരിക്കും. വീട് അവിടെ മനുഷ്യന്മാർക്ക് വേണമെങ്കിൽ ഒരാൾക്കൊക്കെ സുഖമായിട്ട് നിൽക്കാം. ഈ ഉള്ളില് ഒരാൾക്ക് പൂർണ്ണമായിട്ട് നിൽക്കാനുള്ള പാകത്തിലുള്ള വലിപ്പം ഈ ഗുഹേന്റെ ഉള്ളിലുണ്ട്. ഇത് ഫീൽ ലൈക്ക് ആനിമൽസ് ഉള്ളില് കീപ്പ് ചെയ്ത പോലെയാണ് ഉള്ളത്. ഇവിടെ പുറത്ത് വീടും ഓക്കെ. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ കണ്ടു കഴിഞ്ഞാൽ മേലിൽ നിന്നൊരു വലിയ മല ഇടിഞ്ഞു വീണിട്ട് ഒരു ഭൂമി കുലുക്കമൊക്കെ സംഭവിച്ച് ഒരുപാട് വലിയ വലിയ പാറകൾ ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. അതൊരു ഫീൽ നമുക്ക് ഇവിടെ ഒന്ന് കണ്ടാൽ മനസ്സിലാവും. വലിയൊരു മല ഇടിഞ്ഞ് വീണിട്ട് വലിയ വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടിയിട്ടേക്കുക. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടതും ഇതേ കണക്കത്തെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കയറി ഇറങ്ങിയിട്ടൊക്കെ തന്നെ. മേലുള്ള പിടിച്ച് കയറ്റിക്കണം. നമ്മുടെ പഴയ പുരാതന ശിലായുഗങ്ങളിലെ ഒരു ടെമ്പിളിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാറയാണ് അത്. അങ്ങനെ നാച്ചുറലി ഫോം ചെയ്ത ഗോൾഡൻ ടെമ്പിളൊക്കെ പോലെയുള്ള ഒറീസയിലെ ടെമ്പിളുകളൊക്കെ സ്മരിക്കുന്ന രീതിയിൽ പ്രത്യേക ഷേപ്പിലൊരു പാറ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. അതുപോലെ ഇതിന് ചുറ്റും കുറേ മലകൾ പ്രത്യേക ശിലായുഗത്തിലെ നിർമ്മിതികൾ പോലെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് നാച്ചുറലായിട്ട്. യു എയിൽ ഇങ്ങനത്തെ ഒരു വ്യൂ ഒന്നും നമുക്ക് വേറെ എങ്ങും കാണാൻ പറ്റില്ല അല്ലേ? അതെ, ഇതൊക്കെ ഈ റാസൽ ഖൈമയിലെ പ്രത്യേകതകളാണ്. ബാക്കി കാണുന്ന ശിലാഗോപുരത്തെ കുറിച്ച് എന്താ പറയാനല്ലേ? ബാക്കിലേക്ക് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഒരു ഗോപുരം പോലെ ഇതേണക്കത്തൊക്കെ റോക്ക് ഫോർമേഷനൊക്കെ വളരെ റെയറാണ്. ഈ ഒരു വാദിയിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോക്ക് ഫോർമേഷനൊക്കെ കാണാൻ പറ്റും. ചെറിയ വലിയ പിരമിഡുകളൊക്കെ പോലെ നല്ല ചുറ്റും അതിഗംഭീരമായ ഗോപുരങ്ങൾ. ഇനി നമ്മുടെ മെയിൻ സംഭവം ബാക്കിയിരിക്കുന്നു, നമ്മുടെ ബാൽക്കണി വാക്ക്. ഇവിടെ ബാൽക്കണി വാക്ക്, ഒരു സൈഡിൽ നല്ല ബാൽക്കണി പോലത്തെ ഒരു എഡ്ജ്, താഴെ അടിപൊളി കൊക്ക.
ഇതുണ്ടാവുക ഇതിപ്പോ ഒരു 100-200 മീറ്റർ മേലെ നമ്മൾ ക്ലൈംബ് ചെയ്തു. ശരിക്കും ക്ലൈംബ് ചെയ്തു, റോക്ക് ക്ലൈംബ് ചെയ്തിട്ടാണ്. കുറച്ച് റിസ്കി ക്ലൈംബിംഗ് ആണ്. ഒരു എക്സ്പേർട്ട് തീർച്ചയായിട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര നല്ല രസമുള്ള ഒരു വ്യൂ. അതുപോലെ ദാനിഷിൻ്റെ കൂടെയുള്ള ഈ ക്ലൈംബിംഗ് ഇറ്റ്സ് വാസ് അമേസിങ് എക്സ്പീരിയൻസ്. യു റിയലി ഫീൽ സേഫ് ആൻഡ് എ വെരി പ്രൊഫഷണൽ സർവീസ്. And he's really take caring us. Great. Thank you so much. Let's go for a balcony walk. നമ്മുടെ സൂര്യേട്ടൻ പോയി മറഞ്ഞു. എന്താണ് എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഹൈക്കിംഗ്? It was great experience with Mr. Danish. Really great. നമ്മൾ തുടക്കത്തിൽ ഈ വാദി മാത്രം നടന്നപ്പോൾ ഈ വാദി മാത്രമേ ഉള്ളൂ എന്ന് കരുതിയത്. പക്ഷേ ബാൽക്കണി വ്യൂ കാണാൻ വേണ്ടി ഉള്ള ക്ലൈംബിങ്, ടോപ്പ്, അതേപോലെ ആ ബാൽക്കണി അവിടെ നിന്നുള്ള ഫോട്ടോ ഷൂട്ട്, അത് കഴിഞ്ഞ് ഇരുട്ടായി ഇറക്കം. സാനിസിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇറങ്ങൂല. അപ്പോൾ എന്തായാലും താങ്ക് യു വെരി മച്ച്. നൈസ് എക്സ്പീരിയൻസ്. ബിഗിനേഴ്സിനും എല്ലാ ലെവലിലും ഒരു മോഡറേറ്റ് ലെവൽ ഹൈക്ക് പ്ലസ് പാർഷ്യൽ ക്ലൈംബിങ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ലൈറ്റ് കഴിഞ്ഞ് ഇനി ഒരു തിരിച്ചിറങ്ങാൻ പോകും. 2 കിലോമീറ്ററോളം പാറക്കെട്ടിലൂടെ ഒരു യാത്ര ബാക്കിയുണ്ട്. അതിൻ്റെ ഒരു 2-3 കിലോമീറ്റർ, അതിൻ്റെ ഒരു ആവേശമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. നമുക്ക് പോകേണ്ട വഴിയാണിത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോകേണ്ടതല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.